ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മെഡിസി. നമ്മൾ ഇന്ന് നോക്കാൻ വന്ന ടോപ്പിക്ക് വിജ്ഞാപൻ കെ പ്രകാരമാണ്. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലുമുള്ള ശക്തമായ ഒരു മാധ്യമമാണ് പരസ്യം. ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. സാമാന്യ വിജ്ഞാപൻ, सम्मानजनक या प्रतिष्ठा विज्ञापन, संस्थागत विज्ञापन, तुलनात्मक विज्ञापन, अन्य प्रकार के विज्ञापन. അതിലെ ഒന്നാമത്തെയാണ് സാമാന്യ വിജ്ഞാപൻ. ഇതിലൂടെ സ്വതന്ത്ര ഉപഭോക്താ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പരസ്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇതിന് കീഴിൽ പ്രേരണാത്മകവും ഇമേജ് ബിൽഡിംഗ് അധിഷ്ഠിതമായ പരസ്യങ്ങളും വരുന്നുണ്ട്. പ്രേരണാത്മക പരസ്യങ്ങൾ എന്ന് വെച്ചാൽ ഉപഭോക്താക്കളെ നേരിട്ട് സാധനങ്ങൾ വാങ്ങാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഇമേജ് ബിൽഡിംഗ് അധിഷ്ഠിത പരസ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിന് പകരം കമ്പനിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പ്രസക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിലെ രണ്ടാമത്തെയാണ് सम्मानजनक या प्रतिष्ठा विज्ञापन. ജനാധിപത്യ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ള പ്രഖ്യാപനം, പരസ്യപ്പെടുത്തിയ നയങ്ങളെ ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ തിരഞ്ഞെടുപ്പ് നയങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു. അതിലെ മൂന്നാമത്തെയാണ് സംസ്ഥാഗത് വിജ്ഞാപൻ. വലിയ വ്യാവസായിക സ്ഥാപനങ്ങളും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രശസ്തരായ സംഘടനകളും അവരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഈ പരസ്യത്തിലൂടെ പ്രചരിപ്പിക്കുന്നു. ഈ പരസ്യത്തിൻ്റെ സ്വഭാവം വിജ്ഞാനപ്രദവും പ്രമോഷണലും പ്രതിച്ഛായ നിർണയവുമാണ്. ഇത് പ്രധാനമായി 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തേന്ന് വെച്ചാൽ ദേശീയ താൽപ്പര്യവുമായി ബന്ധപ്പെട്ടതും, 2 പൊതുജനക്ഷേമവുമായി ബന്ധപ്പെട്ടതും. പൊതുജനങ്ങൾക്കായി പൊതുജനക്ഷേമ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ, ജില്ലാ കൗൺസിൽ, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ പൊതു താൽപ്പര്യത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരിതര സന്നദ്ധ സംഘടനയാണ്. നാലാമത്തതാണ് തുലനാത്മക വിജ്ഞാപനം എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ സവിശേഷതകൾ മറ്റവയേക്കാൾ മികച്ചതായി നൽകുന്ന പരസ്യങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുന്ന പരസ്യം എന്ന് പറയുന്നു. അഞ്ചാമത്തതാണ് അന്യപ്രകാർ കെ വിജ്ഞാപൻ. ഇതിന് കീഴിൽ പത്രപത്രികയിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പരസ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെയാണ് വർഗീകൃത വിജ്ഞാപൻ. വധൂവരൻ, ജോലി, അഭിനന്ദനങ്ങൾ, വാങ്ങൽ വിൽക്കൽ, ആവശ്യകത, വിവാഹം, മരണം, അനുശോചനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കുറഞ്ഞ വില, അലങ്കാരങ്ങളില്ലാത്ത വളരെ ഹ്രസ്വമായ പരസ്യങ്ങൾ ഇതിന് കീഴിൽ വരുന്നു. അതിലെ രണ്ടാമത്തെയാണ് സജാവട്ടി വിജ്ഞാപൻ. സർക്കാർ, സർക്കാരിതര അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങൾ, ദേശീയ ഉത്സവങ്ങൾ, പ്രത്യേക ആഘോഷങ്ങൾ, പ്രധാന പരിപാടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ വലിപ്പമുള്ള അലങ്കരിച്ച പരസ്യങ്ങൾ പത്രങ്ങളുടെയോ മാസികകളുടെയോ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സജാവട്ടി വിജ്ഞാപൻ എന്ന് പറയുന്നത്. അതിലെ മൂന്നാമത്തെയാണ് അനുബന്ധ വിജ്ഞാപൻ. അത്തരം പരസ്യങ്ങൾ പത്രങ്ങൾ, ടെലിവിഷൻ, ദൂരദർശൻ, ആകാശവാണി മുതലായവയിൽ പ്രതിമാസം, ത്രൈമാസികം, അർദ്ധവാർഷികം അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ ഇളവ് നിരക്കിൽ പ്രസിദ്ധീകരിക്കുന്ന സംപ്രേഷണം ചെയ്യുന്നതിനാണ് നമ്മൾ അനുബന്ധ വിജ്ഞാപൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഉപഹാർ വിജ്ഞാപൻ. ആളുകളുടെ ശ്രദ്ധ ബിസിനസ് കമ്പനികളെ ആകർഷിക്കാൻ വ്യാവസായിക സ്ഥാപനങ്ങൾ ആഹാർ യോജന ഉപയോഗിക്കേണ്ടതുണ്ട്. അടുത്തതാണ് സ്മാരിക വിജ്ഞാപൻ. പൊതുസ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും കാലാകാലങ്ങളിൽ ഔപചാരിക ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു. അടുത്തതാണ് ഫുഡ് കട്ട് വിജ്ഞാപൻ. ഇത്തരം പരസ്യങ്ങൾ കടയിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നു. ഉൽപ്പന്നം എവിടുന്ന്, ഏത് ബിസിനസ് കമ്പനിയിൽ നിന്ന് വാങ്ങണം എന്നത് പ്രഖ്യാപിക്കുന്നതിനാണ് അത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അടുത്തതാണ് പ്രാമാണീകൃത വിജ്ഞാപൻ. ഒരു സിനിമാ താരത്തിൻ്റെയോ ഒപ്പോടെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭ്യർത്ഥനയോടെയോ പ്രസിദ്ധീകരിക്കുന്നതിനെയാണ് നമ്മൾ പ്രാമാണീകൃത വിജ്ഞാപനം എന്ന് പറയുന്നത്. അടുത്തതാണ് വിത്തീയ വിജ്ഞാപൻ. ബാങ്കുകൾ, സ്റ്റോക്ക് മാർക്കറ്റുകൾ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനുകൾ മുതലായവ തങ്ങളുടെ സേവനങ്ങളിലേക്ക് പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്നതിനായി സംപ്രേഷണം ചെയ്യുന്ന പരസ്യങ്ങളാണ് സാമ്പത്തിക പരസ്യങ്ങൾ അല്ലെങ്കിൽ വിത്തീയ വിജ്ഞാപൻ. അടുത്തതാണ് സൂചനാപ്രദ വിജ്ഞാപൻ. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക, അവബോധം പ്രചരിപ്പിക്കുക, ബൗദ്ധികവും സാംസ്കാരികവുമായ അവബോധം പ്രകടിപ്പിക്കുക, ഗതാഗത സുരക്ഷ, പോലീസ് ക്രമീകരണങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യമാണിത്. അടുത്തതാണ് പാനൽ വിജ്ഞാപൻ. ഇത് പത്രത്തിൻ്റെ പേരിൻ്റെയോ തലക്കെട്ടിൻ്റെയോ ഇരുവശത്തും നൽകിയിരിക്കും. അവസാനത്തതാണ് സോളോ വിജ്ഞാപൻ. ഇത് പത്രത്തിൻ്റെ താഴെ വലതുവശത്ത് നൽകിയിരിക്കും.
ഇനി നമ്മൾ മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യങ്ങളെ എങ്ങനെ തിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലെ ഒന്നാമത്തെയാണ് ശ്രവ്യഗത മാധ്യം. റേഡിയോയിലെ മൈക്രോഫോണിലൂടെ നടത്തുന്ന അറിയിപ്പുകൾ മുതൽ ഓൾ ഇന്ത്യ റേഡിയോ പ്രേഷണം ചെയ്യുന്ന പരസ്യങ്ങൾ വരെ ഇതിന് കീഴിൽ വരുന്നു. അതിലെ രണ്ടാമത്തെയാണ് ദൃശ്യഗത മാധ്യം. അതെന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചകളിലൂടെ നമ്മളുടെ മനസ്സിൽ ഇടം നേടുന്ന കുറേ പരസ്യങ്ങൾ, ലഘുലേഖങ്ങൾ തൊട്ട് മാസികകൾ വരെ ഇതിനകത്ത് ഉൾപ്പെടും. ഇത് പ്രധാനമായും മുദ്രിത കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലെ മൂന്നാമത്തതാണ് ശ്രവ്യ ദൃശ്യാഗത മാധ്യം. ടി വിയിൽ കാണിക്കുന്നതോ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാ പരസ്യങ്ങളും ഇതിന് കീഴിൽ വരും. ഹ്രസ്വ ഡോക്യുമെൻ്ററികളും വിനോദ സിനിമകളും ഇതിന് കീഴിൽ വരുന്നവയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് വിജ്ഞാപൻ ദാതാവോं के आधार पर. അത് നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാമത്തേതാണ് സർക്കാരി വിജ്ഞാപൻ. ഭരണമേഖല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നൽകുന്ന പരസ്യങ്ങളാണ് സർക്കാർ പരസ്യങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നത്. പ്രത്യേക അവസരങ്ങളിൽ സർക്കാരും സർക്കാർ സ്ഥാപനങ്ങളും നൽകുന്ന പുരോഗതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെയാണ് ഗൗർ സർക്കാരി വിജ്ഞാപൻ. സാമൂഹിക സംഘടനകൾ, മതസംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അവരുടെ സേവനങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. മൂന്നാമത്തേതാണ് വ്യാവസായിക് വിജ്ഞാപൻ. ചെറുകിട കടകൾ മുതൽ വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യാവസായിക സ്ഥാപനങ്ങൾ വരെ പൊതുജനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെയും സാധനങ്ങളുടെയും വിൽപ്പനയ്ക്കായി നൽകുന്ന വിവരങ്ങളുടെ പരസ്യങ്ങളെയാണ് നമ്മൾ വ്യാവസായിക വിജ്ഞാപൻ എന്ന് പറയുന്നത്. അടുത്തതാണ് വ്യക്തിഗത വിജ്ഞാപൻ. പത്രങ്ങളിൽ, മാസികകളിൽ, റേഡിയോ, ടെലിവിഷൻ എന്നിവയിൽ വ്യക്തിഗത രൂപത്തിൽ നൽകുന്ന പരസ്യത്തെയാണ് നമ്മൾ വ്യക്തിഗത വിജ്ഞാപൻ എന്ന് പറയുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട്, കുട്ടികളുടെ ജനനം, സ്ഥലമാറ്റം, വീട് ആവശ്യമാണ്, വാടകയ്ക്ക് നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.